ഹലോ. ഹലോ. അപ്പോ ഇന്ന് സ്വാതന്ത്ര്യദിനാശംസകളൊക്കെ അല്ലേ? അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോയിട്ട് കുർബാനയൊക്കെ കൂടിയിട്ട് മഞ്ഞാണ് കൊടി പക്ഷെ വാങ്ങിച്ച്. കൊടി ഉയർത്തുന്നത് എടുക്കാൻ വേണ്ടി കൊടി പറ്റിയില്ല. വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാല് മറന്നുപോയി. മറന്നുപോയി. പള്ളിയിലേക്ക് ആയത് കാരണം ഫോൺ എടുക്കാൻ എടുക്കാൻ വേണ്ടി മറന്നു. മറന്നുപോയി. അപ്പൊ അപ്പൊ അവിടുന്ന് കുറെ പള്ളിയിൽ നിന്ന് മിഠായൊക്കെ കിട്ടി. കൊടിയൊക്കെ കയറ്റി മിഠായി കിട്ടി. എല്ലാവർക്കും ഓരോ മിഠായി വെച്ച് കിട്ടി. ഓരോ മിഠായില്ല, കൈയിട്ട് വാരിയെടുത്തു. കൈയിട്ട് വാരിയെടുത്തു. അപ്പോ ഇനി അടുത്ത പരിപാടി എന്താണ്? അടുത്ത അടുത്ത പരിപാടി എന്ന് പരിപാടി വെച്ച് കഴിഞ്ഞാല് അതെ, രാവിലെ ആയത് കാരണം നമുക്ക് ആദ്യം ചായ കുടിക്കണം. ചായ കുടിച്ചാൽ പോകണം. അതെ, പാല് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഞങ്ങൾ ഓഗസ്റ്റ് 15 അല്ലേ, അപ്പൊ കൊടിയൊക്കെ കൊടി വാങ്ങിച്ച് വാങ്ങിച്ചാലും ശരിയാവൂലല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടിയും വാങ്ങിച്ചാലും ഞങ്ങൾ പോകുന്നത്. അപ്പൊ ചായ കുടിക്കാനായിട്ട് നമുക്ക് ചായ അല്ല, ഇന്ന് കാപ്പിയാണ്. ഓക്കെ, ചായ എടുക്കാം. കാപ്പി അറിപ്പോയെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോ കാപ്പി കുടിക്കണേണ്. കാപ്പി കിട്ടി. ഇപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം പള്ളിയിലൊക്കെ പോയി ചായ കുടിക്കാൻ കാര്യമാണല്ലോ പറഞ്ഞു. ചായ കുടിച്ചു. അപ്പൊ ഇന്ന് ഞങ്ങൾ ചെറിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതായത് മമ്മിക്ക് പായസം കുടിക്കണമെന്ന് ആഗ്രഹം. എന്ത് സാധനം വാങ്ങിച്ചണം? മറ്റേ പാലട, മറ്റേ പാക്കറ്റ് മിക്സ്ഡ്. അപ്പൊ പാലടയുടെ റെഡി മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ പാലട കൊണ്ട് ഞങ്ങള് ഇന്ന് പായസം ഉണ്ടാക്കാന്ന് ഓർത്താണ്. അപ്പൊ പായസം ഉണ്ടാക്കണം. അതല്ല ഇന്ന് അത്തച്ചമയല്ലേ? അത്തച്ചമയൊക്കെ ആണല്ലോ. ഞങ്ങൾക്ക് അറിയാൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇട്ടാണെന്നപ്പോഴാണ് പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് തൃപ്പൂണിത്തുറയിൽ പോയിട്ട് അത്തച്ചമയത്തിന്റെ വീഡിയോ കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റുമെങ്കിൽ പോയി എടുത്തിട്ട്. നല്ലതൊക്കെ തിരക്കെന്ന് വെച്ചാല് വണ്ടി വിടൂല. ഫോർട്ട് കൊച്ചിയില് ന്യൂ ഇയറിന്റെ പരിപാടിക്ക് കാർണിവലിനൊക്കെ വരുമ്പോ ഉള്ള പോലെ തന്നെ സെയിം ഇതാണ്. അവിടെ വഴി ബ്ലോക്ക് ചെയ്തിട്ടാണ്. ഞാൻ ഇതുവരെയും പോയിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ ആ ഭാഗത്തുണ്ടേ, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകാറില്ല. ഭയങ്കര തിരക്കായതാണ്. ഞാൻ അങ്ങോട്ട് പോകാറില്ല. അപ്പൊ പോണോന്നുണ്ട്. അപ്പൊ ഞാൻ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണെങ്കിൽ പോയിട്ടൊന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് എടുത്ത് കാണിച്ചു തരാം. പോവാൻ പറ്റൂല. അവിടെ പോവാൻ പറ്റൂല. അമ്മാതിരി തിരക്കായിരിക്കും അവിടെ. പിന്നെ രക്ഷിത ഫോട്ടോ വെച്ചത് പോലെ നല്ല ഫോട്ടോ വെച്ചത് പിന്നെ അത്ര തിരക്കുണ്ടായിട്ട് പറ്റിയില്ല. അതിന് തിരക്കാണ് അവിടെ. അപ്പോ ഞങ്ങള് ചായ കുടി കഴിഞ്ഞ്. അപ്പൊ ചായ കുടി കഴിഞ്ഞാൽ ചായ കുടിക്കാൻ വേണ്ടി പോകണം. ചായ കുടിച്ചിട്ട് അടപ്രഥമന്റെ പരിപാടി നോക്കട്ടെ. അടപ്രഥമൻ ഉണ്ടാക്കിയിട്ട് എത്രത്തോളം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ചായ കുടിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചെന്ന് വിചാരിക്കണം. ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ചായ കുടിക്കണേ. ചായ കുടിക്കും. കാപ്പി കുടി. ഞാന് ചായ എന്ന് പറഞ്ഞ് അങ്ങനെ ശീലിച്ചു പോയി. അതുകൊണ്ടാണ് കാപ്പി കുടിച്ചാലും പറയും ചായ കുടിച്ചെന്ന് പറയുള്ളൂ. കാപ്പിയാണ് എനിക്കിഷ്ടം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. മഴയൊക്കെ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണം വിചാരിക്കുന്നു. അപ്പോ ഞാൻ കുറച്ച് ദിവസം കറക്കൊക്കെ ആയിരുന്നു. കട്ടപ്പനയിലായിരുന്നു വർക്കൊക്കെ കഴിഞ്ഞ് ഇന്നലെ എത്തി. നൈസില് വീഴ്ചയൊക്കെ വീണ്. പിന്നെ വണ്ടിയും കൊണ്ട് വീണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒരു കുഴപ്പവും കൂടാണ്ട് ഇവിടെ എത്തി. ഭാഗ്യത്തിന് വീണത്ത് വണ്ടിയുടെ മിറർ മാത്രമേ പൊട്ടിയുള്ളൂ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പൊ ബാക്കി നമുക്ക് പായസത്തിന്റെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ആയിട്ടുണ്ട്. നമുക്ക് അവർ കൊണ്ട് കൊടുക്കാം. സോണി, രണ്ടുപേരും കൂടി ഇരിപ്പുണ്ടല്ലോ. കുഞ്ഞു എന്തേ? കുഞ്ഞു ഇവിടെ ഉണ്ട്. എടുക്ക് നോക്കാന്നിട്ട് ഇങ്ങനെയുണ്ടെന്ന്. ഗൈസ്, അപ്പോ പായസം റെഡി ആയിട്ടുണ്ട്. കൈ കുഞ്ഞിനെ എടുക്കാം. കുഞ്ഞും കൂടെ വരട്ടെ. കാണിച്ചു തരുത്. അപ്പോ പായസം അടപ്രഥമനാണ്. കളറ് വൈറ്റ് കളറാണ്. എന്നുവെച്ചാല് കാരമൽ ഒന്നും ചെയ്തില്ല. ഞാൻ ഇത് കഴിഞ്ഞ മുമ്പ് ഇതേപോലെ ചെയ്തിട്ട് ശരിയായില്ല. കാരമൽ ചെയ്യാനുണ്ടോ? വേറെ ഒന്നല്ല, ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്തല്ലോ. അതെ, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വീഡിയോ എടുത്തായിരുന്നു. അത് ഇല്ല, നമുക്ക് കളഞ്ഞു. അപ്പൊ ഇത് പായസം സെറ്റ് ആയിട്ടുണ്ട്. പായസം കുടിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ഒന്നും റെഡിമെയ്ഡ് ആണ്. അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉള്ള ഒന്നും ചെയ്തിട്ടില്ല. ആകെ പാല് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. പാലും കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട് അല്ലെ? വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുടിച്ചിട്ട് എങ്ങനെയാ നോക്കട്ടെ. പപ്പടം ഉണ്ട്. പപ്പടം വേണ്ട ആൾക്കാർക്ക്. അപ്പൊ പിള്ളേര് പറഞ്ഞു ട്യൂഷന് പോണ മുമ്പ്. ഇത് ഏതാണ്? ഡബിൾ ഹോഴ്സോ? ഏതാണ്? നോക്കിയില്ലായിരുന്നത്? നോക്കണോ? ഏതിനാണ്? അതിന്റെ റെഡ് കളർ ഡോട്ടുള്ള. അതിന് പേരുണ്ടാവൂലേ? പിന്നെ ഗൈസ്, അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. എന്നുവെച്ചാല് പള്ളിയിൽ ആൾത്താരവാരന്മാരുടെ വിശുദ്ധന്റെ പെരുന്നാളാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിന് ഡബിൾ ഹോഴ്സ് അല്ല, പാലറ്റ് എന്ന് പറഞ്ഞിട്ട് പാലട. കൊള്ളാം, സമ്മ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഡബിൾ ഹോഴ്സ് ആണെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മള് ചെയ്തത്. സോറി. പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഒരു കഥകളിയുടെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെയാണ് അതിൻ്റെത്.
നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റിന്റെ കാര്യങ്ങളൊന്ന് കമന്റിൽ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോ പപ്പടം ഉണ്ട് കേട്ടാ. പപ്പടം ഉണ്ടോ? പപ്പടം കൂടി കഴിക്കാം. അതെ, പിള്ളേർക്ക് ട്യൂഷൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പടം കൂടി. പപ്പടം കൊണ്ട് ഒരു പിടുത്തം പിടിക്കാൻ പറ്റില്ല. അങ്ങനെ രസം ഉണ്ടാവൂല. പാത്രത്തിൽ പിടുത്തം പിടിക്കാറുണ്ട്. പാത്രത്തിൽ ഒഴിച്ചു തന്നാൽ മതിയായിരുന്നു. അതെ, ഞാനിവിടെ പറഞ്ഞിട്ട്, അതായത് മറ്റേ പള്ളിയിൽ ആൾത്തലവാലന്മാരുടെ വിശുദ്ധന്റെ പെരുന്നാളിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിന് ടീന പ്രസിദ്ധം തേടി നിന്നിട്ടുണ്ടായി. ടീന കുറച്ച് 14 പേര് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ വാവ് പോയിട്ട് പള്ളിയിൽ നിന്ന് അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ടായി, ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായി. ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ടീന എടുത്തിട്ടുണ്ടോ ഗിഫ്റ്റ്? അപ്പൊ ഗിഫ്റ്റ് കണ്ട് നിങ്ങൾ നെട്ടരുത്. അടിപൊളിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഞാൻ ഇപ്പൊ വന്നപ്പോഴാണ് കാണുന്നത് വെച്ചാല്, ഞാൻ എവിടെ ആയിരുന്നല്ലോ, കട്ടപ്പനയിലായിരുന്നല്ലോ. അപ്പൊ ഗെയ്സ്, അപ്പോ ഇതാണ് ഞങ്ങക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ്. ഓക്കെ, കാണിക്കാം. ഒരു മിനിറ്റ്. കയ്യില് വെള്ളമുണ്ട്, കയ്യൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടാം. കയ്യില് വെള്ളമുണ്ട്. എങ്ങനെയുണ്ട് തിരുഹൃദയത്തിന്റെ രൂപം? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാരിക്കും കൊടുത്തു. എല്ലാരിക്കും ഇത് തന്നെയാണ് കൊടുത്തതെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയെന്ന് വെച്ചാല് മറ്റേ എന്താണ് ബെർക്കിമസ് വെണ്ണാളിന്റെ ഫോട്ടോ ആണ്. ചെറിയൊരു ഫോട്ടോ ആണ് കിട്ടിയെന്ന് വെച്ചാൽ. ഈ പ്രാവശ്യം ഇങ്ങനെ തിരുഹൃദയത്തിന്റെ ഫോട്ടോ ആണ് കിട്ടിയത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അത് എല്ലാവർക്കും അത് കഴിഞ്ഞിട്ട് കൊടുത്തേന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം ചിലപ്പോ തിരുഹൃദയത്തിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ വല്ല മാതാവിന്റെ. പൊട്ടിക്കാത്ത നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് പൊട്ടിച്ച് നോക്കാനും പറ്റില്ല. അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് അവരല്ലേ പൊട്ടിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതാണ്. കൊള്ളാമോ? എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ഈ കിട്ടിയ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് ചെയ്യാം. TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുക്കണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.